കഥകൾ നമുക്കെന്നും കൗതുകമാണ്. അജ്ഞാത ശക്തികളുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ധാരാളം നാം കേട്ടിട്ടുണ്ടാകാം. അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ ആ സ്ഥലത്തേക്ക് ചാടി പുറപ്പെടുന്നവരും കുറവല്ല. അല്പം ഭയമൊക്കെ ഉണ്ടെങ്കിലും സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമായിരിക്കും അത്തരം പ്രദേശങ്ങളും അനുഭവങ്ങളും. ഭയം, ജിജ്ഞാസ, സാഹസികത എന്നിവയ്ക്കായുള്ള മനുഷ്യന്റെ ഈ ആഗ്രഹമാണ് പാരാനോർമൽ ടൂറിസത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നത്. നിഗൂഢതകൾ നിറഞ്ഞ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര എന്നതാണ് പാരാനോർമൽ ടൂറിസം കൊണ്ട് അർത്ഥമാക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അജ്ഞാതമായതിനെക്കുറിച്ചറിയാൻ പ്രേതബാധയുള്ള അല്ലെങ്കിൽ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം സന്ദർശിക്കുകയാണ് പാരാനോർമൽ ടൂറിസത്തിലൂടെ ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമുണ്ട് ഗോസ്റ്റ് ടൂറിസത്തിന്. പ്രേതബാധയുള്ള സ്ഥലങ്ങളോടും പ്രേതങ്ങളുടെ ഏറ്റുമുട്ടലുകളോടുമുള്ള ആകർഷണം പുരാതന നാഗരികതകളിലും നാടോടി കഥകളിലും ഒക്കെ കണ്ടെത്താനാകും. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഗോസ്റ്റ് ടൂറിസം എന്ന ആധുനിക ആശയം 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ശ്രദ്ധ നേടാൻ തുടങ്ങിയത്. ജനപ്രീതിയിൽ ഗോസ്റ്റ് ടൂറിസത്തിന്റെ ആദ്യകാല ഉദാഹരണങ്ങളിലൊന്ന് ലണ്ടൻ, എഡിൻബർഗ് തുടങ്ങിയ നഗരങ്ങളിലെ ഗോസ്റ്റ് ടൂറുകളാണ്. സന്ദർശകരെ ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഭൂതകാലത്തിന്റെ രസകരമായ കഥകൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവിടെ. ഈ ടൂറുകൾ പലപ്പോഴും കോട്ടകൾ, ജയിലുകൾ, സെമിത്തേരികൾ തുടങ്ങിയ പ്രശസ്തമായ പ്രേതസ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുള്ളവയായിരിക്കും. പാരാനോർമൽ ടൂറിസത്തിൽ അമാനുഷിക ശക്തികളുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് ഗൈഡുകളുടെ സഹായത്തോടെ ടൂർ പ്ലാനുകൾ ചെയ്യുന്നു. അത്തരം യാത്രകൾ അന്ധവിശ്വാസങ്ങൾ നീക്കം ചെയ്യുന്നതിനും അസാധാരണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി മനസ്സിലാക്കാനും പലപ്പോഴും സഹായകമാകാറുണ്ട്. അമേരിക്കയും ഇംഗ്ലണ്ടും പോലെയുള്ള രാജ്യങ്ങളിൽ വളരെ പ്രശസ്തമാണ് ഇത്തരം ടൂറിസം. ഇത്തരം സ്ഥലങ്ങളിൽ രാത്രിയിൽ തങ്ങുന്ന രീതികൾ, ഇവന്റുകൾ ഇവയൊക്കെ ഈ ടൂർ പാക്കേജിൽ ഉൾപ്പെടുന്നു. യുഎസിലെ പ്രധാനപ്പെട്ട പ്രേതബാധയുള്ളിടം കൊളറാഡോയിലെ എസ്റ്റേസ് പാർക്കിലുള്ള സ്റ്റാൻലി ഹോട്ടലാണ്. യുകെയിലാകട്ടെ ചില്ലിംഗ്ഹാം കാസിലാണ് പ്രധാനപ്പെട്ട പാരാനോർമൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ബ്രിട്ടനിലെ പ്രേതബാധയുള്ള ചരിത്രമുറങ്ങുന്ന കോട്ട എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. 2016 പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ 38% ആളുകളും അവരുടെ അവധിക്കാലങ്ങളിൽ ഇത്തരം പ്രേതബാധയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളോ അല്ലെങ്കിൽ പ്രേതാലയങ്ങൾ സന്ദർശിക്കുകയോ പോലെയുള്ള അസാധാരണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. മാത്രമല്ല 44% സഞ്ചാരികളും ഇത്തരം സ്ഥലങ്ങൾ തങ്ങളുടെ പ്രാഥമിക അവധിക്കാല ലക്ഷ്യസ്ഥാനങ്ങളായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതായാണ് കണ്ടെത്തൽ. ഇന്ത്യയിൽ രാജസ്ഥാനിലെ ഭംഗഡ് കോട്ട, കുൽധാര ഗ്രാമം, കുർസിയോങ്ങിലെ ഡൌഹിൽ, ഡുമാസ് ബീച്ച് ഇവയൊക്കെയാണ് പ്രേതഭീതിക്ക് കുപ്രസിദ്ധമായത്. ഭാംഗഡ് കോട്ടയിൽ ഇരുട്ട് വീണാൽ അകത്തേക്ക് പ്രവേശനം പോലുമില്ല. നിഗൂഢതയിൽ പൊതിഞ്ഞ ഈ കോട്ട ഒരു മാന്ത്രികനാൽ ശപിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം. അടുത്തത് ഗുജറാത്തിലെ ഡുമാസ് ബീച്ചാണ്. ഇവിടെ സന്ദർശകർക്ക് ആത്മാക്കളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ ഡൈഹിൽ കുർസിയോങ്ങിലെ ഹിൽ സ്റ്റേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഡൌഹിൽ തലയില്ലാത്ത ആൺകുട്ടിയുടെ പ്രേതത്തെ കാണുന്നതായാണ് പറയപ്പെടുന്നത്. രാജസ്ഥാനിലെ കുൽധാര വില്ലേജാണ് മറ്റൊന്ന്. നിഗൂഢതകളും ഐതിഹ്യങ്ങളും നിറഞ്ഞതാണ് ജയ്സാൽമീറിനടുത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.